വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. മാർച്ചിലാണ് ടാറ്റ ടിഗോർ എന്ന പേരിൽ ആദ്യമായി ഒരു വാഹനം ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 50,000-ലേറെ കസ്റ്റമേഴ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് 2018 നവംബർ ആയപ്പോഴേക്കും ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്ത് മുഖം മിനുക്കി വന്നിരിക്കുകയാണ്. റിഫൈൻഡ് എഞ്ചിനും അതിലേറെ കോസ്മെറ്റിക് ചേഞ്ചസിലെ പാർട്ടുമായിട്ട് വന്നിരിക്കുന്ന ടിഗോയാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ വാഹനം. ഈ വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ കോസ്മെറ്റിക് പാർട്ടിൽ വന്നിട്ടുള്ള ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയമണ്ട് ഷേപ്പിലുള്ള ഈ ഗ്രില്ല് തന്നെയാണ്. ഒരു ക്രോം ഗ്രില്ല് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ അട്രാക്ഷൻ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ എല്ലാ ടാറ്റയുടെ വണ്ടികളിലും കാണുന്ന ഒരു ഹ്യൂമാനിറ്റി ലൈനും നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇതിൻ്റെ ഈ ഡബിൾ ചേംബറിലുള്ള ഈ ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ്. നേരത്തെ ഇത് ഡബിൾ ചേംബർ ഹെഡ് ലാമ്പ് തന്നെ ആയിരുന്നെങ്കിൽ കൂടെയും ഈ പ്രൊജക്ടർ ലാമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാൻ പറ്റുന്ന ഇൻസൈഡ് കാണാൻ പറ്റുന്ന ആ ഒരു ക്രോം അക്സെൻറ്റ് മുൻവശങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. ആ ഡബിൾ ബാരൽ വന്നതിനോടൊപ്പം തന്നെ ആ ഒരു ക്രോം അക്സെൻറ്റും കൂടെ ഈ പ്രൊജക്ടർ ലാമ്പിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്കിത് കാഴ്ചയ്ക്കും ഒന്ന് വിസിബിലിറ്റി കൂടുന്നു, അതോടൊപ്പം തന്നെ കാഴ്ചയിലും ഈ വാഹനത്തിന് അട്രാക്ഷൻ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കോസ്മെറ്റിക് പാർട്ടിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, ഈ ക്രോമിൻ്റെ കുറച്ച് ഗാർണിഷിങ് ഇപ്പോൾ ഈ പുതുക്കി വന്നിരിക്കുന്ന 2018 ടിഗോറിൽ മിക്ക ഈ കോസ്മെറ്റിക് പാർട്ടിലും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഒരു ക്രോമിൻ്റെ ഗാർണിഷിങ് വളരെ അധികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ വശങ്ങളിൽ ഒരു സ്ലോപ്പ് ചെയ്ത് പോകുന്ന രീതിയിലേക്കാണ് വാഹനത്തിൻ്റെ പിൻവശത്തേക്ക് പോകുമ്പോൾ ഒരു ഡിസൈൻ. അത് ഈ കൂപ്പയെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂപ്പയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഒന്ന് വളരെ സ്ലീക്കായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മാറാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ആ വശങ്ങളിൽ. അതുകൂടാതെ തന്നെ എ പില്ലർ ടു സി പില്ലർ നമുക്ക് കാണാൻ കഴിയും. ഒരു ക്രോമിൻ്റെ ഒരു ലൈനിങ് അതിൻ്റെ ബോട്ടം ലൈനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദെൻ സൈഡിൽ തന്നെ നമുക്ക് ORVMs വിത്ത് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഹയർ എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ ഈ ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ള ORVMs ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒരു എയറോ ഡൈനാമിക് ഷേപ്പ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ട്രാവലിങ്ങിന് വാഹനം പിൻവശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു കൂപ്പയുടെ ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഈ വാഹനത്തിന് നൽകാൻ സഹായിച്ചിട്ടുണ്ട്. ടോട്ടലി വളരെ ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഹുഡാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അതും ഒരു സ്ലീക്കി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ആ വാഹനത്തിൻ്റെ ടോട്ടൽ ഡിസൈൻ, ഒരു എയറോ ഡൈനാമിക് ഷേപ്പും കൂടെ കരുതി. ഞാൻ ടാറ്റ ടിഗോറിൻ്റെ ക്യാപ്റ്റൻ സീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബോൾസ്റ്റേഴ്സ് ഈ പറയുന്ന ഈ ഒരു സപ്പോർട്ട്, നോർമലി നമുക്ക് സീറ്റ്സിന് നമ്മൾ ഒരാൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇരിക്കുമ്പോൾ ഈ പോർഷനിലാണ് കൂടുതൽ പ്രഷർ കൊടുത്തിരിക്കുന്നത്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബോൾസ്റ്റേഴ്സും കൂടെ കൊടുത്തിട്ടുള്ള അഡീഷണൽ സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഇത്. ഈ ഒരു ഹയർ എൻഡ് മോഡലാണ്, മാനുവൽ വേർഷൻ്റെ ഹയർ എൻഡ് മോഡലാണ് നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വാഹനം. ഈ സീറ്റ് ഫോക്സ് ലെതേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ലെതറും ഫാബ്രിക്സും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ലെതർ ടോണിലുള്ള ഒരു മെറ്റീരിയലാണ് ഈ പറയുന്ന സീറ്റ്സ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിലും ഈ കാണുന്ന ഈ സ്റ്റിയറിംഗ് വീലിലുള്ള ഒരു ബ്ലാക്ക് അക്സെൻറ്റ് അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ എക്സ്റ്റെൻഡഡ് ട്രിമ്മിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. കാണാനായിട്ടൊരു ഭംഗി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രിപ്പിലൊരു ക്രോമിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിൽവറിൻ്റെ പോലത്തെ ഒരു കളർ ക്രോമിയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാനുള്ള ഗ്രിപ്സ് എല്ലാം അത്തരത്തിലുള്ള ഒരു ക്രോമിയവും ഈ ബ്ലാക്കും ടോട്ടലി ഉള്ള ഈ ഒരു ക്രോമിൻ്റെ ഒരു അക്സെൻസും ഈ പറയുന്ന ഒരു ഗാർണിഷിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ ടോട്ടലി ഇൻറ്റീരിയർ കാണാനായിട്ടൊരു കുറച്ചൊരു പ്രീമിയം കാറിൻ്റെ ലുക്കിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഇതിൻ്റെ ഒരു 7 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് ഹർമൻ സൗണ്ട് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. ഹർമൻ നമുക്ക് അറിയാമെന്നുള്ളതാണ്, നോർമലി ഹയർ എൻഡ് അല്ലെങ്കിൽ പ്രീമിയം കാസിലേക്കുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് അത് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് ഉണ്ട്. ഓക്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി നൽകിയിട്ടുണ്ട്. 8 സ്പീക്കേഴ്സ് ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് നോർമലി ഒരു സറൗണ്ടിങ് ഫീലിങ്സ് ഒക്കെ നമുക്കിതിനകത്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ വാഹനത്തിന് ഉള്ള മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ വോയിസ് കമാൻഡിങ് ഫീച്ചറാണ്. വോയിസ് കമാൻഡിങ് ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് വോയിസ് കമാൻഡിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് AC, ഇപ്പോൾ AC തന്നെ നമ്മുടെ ഈ AC-ൻ്റെ കൺട്രോള് ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. AC-ൻ്റെ കൺട്രോൾ ഉൾപ്പെടെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ടച്ച് സ്ക്രീനാണ്, ടച്ച് ആയിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്ക്രീനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇറ്റ്സ് പ്രിറ്റി ഈസി ടു ഹാൻഡിൽ. പിന്നെ ഈ വാഹനത്തിന് 22 യൂട്ടിലിറ്റി സ്പേസ് ആണ്, ലോജിക്കലി പ്ലേസ്ഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസസ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഡോസിലാണെങ്കിലും ഈ ഭാഗത്താണെങ്കിലും നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ആണെങ്കിലും ഒക്കെ ഈ വാഹനത്തിന് വളരെ ലോജിക്കലി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഡോസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഡോസിൽ ഒരു മാഗസിൻ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണെങ്കിലും അതിൻ്റെ ഒരു സ്പേസ്, അതായത് ഡോസിൽ നോർമലി വരുമ്പം മറ്റു വാഹനങ്ങളിൽ ഉള്ളതിൻ്റെ അത്ര ഒരു സ്പേസ് കുറച്ച് കുറവുണ്ടോ എന്നൊരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് അവിടുത്തെ ഒരു യൂട്ടിലിറ്റി സ്പേസിന്. ഇതൊരു 5 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. അതിൻ്റെ ആ ഗിയർ നോബിന് ചുറ്റും നമുക്കൊരു ലെതർ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കുറച്ച് ഒരു പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ടാറ്റ ഈ വാഹനത്തിനുള്ളിൽ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കുറേ ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഈ വാഹനം 1.2 ലിറ്റർ പെട്രോൾ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ പവർ 85 PS വിത്ത് 6000 RPM ആണ്. അതുകൂടാതെ അതിൻ്റെ ടോർക്കിലേക്ക് പോകുമ്പോൾ 114 Nm ടോർക്കാണ് വിത്ത് 3500 RPM. അപ്പോൾ വാഹനം ആവശ്യത്തിന് നമുക്കൊരു നല്ല സഡൻ പിക്കപ്പ് നമ്മൾ ഓടിക്കുമ്പോഴും വാഹനത്തിന് ലഭിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലസ്റ്റർ മോണിറ്റേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലസ്റ്റർ മോണിറ്റേഴ്സ് ആക്ച്വലി കുറച്ച് ഡ്രൈവർ പ്രൈവസി കൂടുതലുള്ള ഒരു ക്ലസ്റ്റർ മോണിറ്ററാണ്. അതായത് നമ്മുടെ കോ ഡ്രൈവർക്ക് നമ്മുടെ എത്ര സ്പീഡിൽ പോകുന്നുണ്ടെന്നുള്ളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലസ്റ്റർ മോണിറ്റേഴ്സിലേക്കുള്ള ഓഡോമീറ്റർ ആണെങ്കിലും സ്പീഡോമീറ്ററിലേക്കാണെങ്കിലും ഉള്ള ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ വിഷൻസ് കുറയുന്ന രീതിയിൽ കുറച്ച് ഡ്രൈവർ എന്താ പറയുക ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു പ്രൈവസി നൽകിയിട്ടുള്ള ഒരു ക്ലസ്റ്റർ മോണിറ്ററാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് വരുന്ന ഇൻറ്റിമേഷൻസ് ലൈക്ക് ഒരു ഡിസ്റ്റൻസ് ടു MD, ആവറേജ് ട്രിപ്പ്, നമുക്ക് 2 ട്രിപ്പിലും ആവറേജ് ഉള്ള എത്രയാണ് കൺസംഷൻ, ഫ്യൂവൽ കൺസംഷൻ എന്നുള്ള കാര്യം, അത്തരത്തിലുള്ള ഇൻഡിക്കേഷൻ അങ്ങനെയുള്ള നോർമലിയുള്ള അത്തരത്തിലുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇൻറ്റിമേഷൻസ് ഈ പറയുന്ന ക്ലസ്റ്റർ മോണിറ്റേഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻറ്റീരിയറിൻ്റെ മൊത്തം നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് 2 എയർ ബാഗ്സ് ആണ് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ ബ്ലാക്കും ഈ പറയുന്ന ചെറിയ ആഷ് കളറും അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോൺസും പിന്നെ കുറച്ച് ക്രോം എക്സൻസും കൂടെ നൽകിയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ടോട്ടലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ ഫേഷ്യയിലേക്ക് വരുമ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 7 ഇഞ്ചസിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ചുറ്റും നമുക്കൊരു ക്രോമിയത്തിൻ്റെ ഒരു എക്സെൻറ്റും ഒരു ഗാർണിഷിങ്ങും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ AC വിൻസിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ചുറ്റും നമുക്കൊരു സിൽവർ ഒരു ഗാർണിഷിങ് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡോസിൻ്റെ ഗ്രിപ്പ് ആണെങ്കിൽ കൂടെയും അതിലൊരു സിൽവർ അല്ലെങ്കിൽ ഒരു ക്രോമിയത്തിൻ്റെ ഒരു കളേഴ്സും കൂടെ വന്ന് ഈ ബ്ലാക്കും അത്തരത്തിലുള്ളൊരു ക്രോമിയം എക്സെൻറ്റും കൂടെ വരുമ്പോൾ കാണാനായിട്ട് വളരെയധികം ഭംഗിയുണ്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. ഒരു പ്രീമിയം ക്ലാസ് വാഹനത്തിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നൽകുന്നുണ്ട്. 1.2 ലിറ്റർ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊരു റിവോട്രോൺ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു എന്താ പറയുക ഒരു സെഡാനിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടുകയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വളരെ ഈസി ആയിട്ടും ഒരു ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ട്രാവൽ ചെയ്ത് കംഫർട്ടബിളായിട്ടും എന്തുകൊണ്ടും നമുക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഡാൻ കാറായി മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ലാന്ന് നമുക്ക് കുറേ ഫീച്ചേഴ്സ് കൊണ്ട് പറയാൻ കഴിയും. അപ്പോൾ ഞാൻ ടിഗോറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്.
ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ലെഗ് സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് ലെഗ് സ്പേസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കൂടെയും വളരെ ഹൈറ്റുള്ള ഒരാൾക്ക് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെഗ് സ്പേസ് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഹെഡ് റെസ്റ്റ് ബാക്കിലേക്ക് റിയർ സീറ്റിൽ ഇതിൽ നൽകിയിട്ടുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് അല്ല. പക്ഷേ സീറ്റ്സിന് ഒരു വളരെയധികം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും ഇരിക്കുമ്പോൾ. പിന്നെ പിൻ സീറ്റിലും നമുക്ക് ഡോസിൽ നമുക്ക് യൂട്ടിലിറ്റി സ്പേസസ് നൽകിയിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന 2 സ്പേസ് 2 സൈഡിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ റിഫ്രഷ് ടിഗോറിൻ്റെ പിൻവശത്തേക്ക് വരുവാണെങ്കിൽ, എൻ്റെ ബൂട്ടിലേക്ക് വരുവാണെങ്കിൽ, അതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടെയിൽ ലാമ്പ് തന്നെയാണ്. ഒരു LED ടെയിൽ ലാമ്പാണ് ഇപ്പോൾ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു പോർഷൻ ടെയിൽ ഗേറ്റിലേക്കും ഒരു പോർഷൻ നമ്മുടെ സൈഡ് ഈ പോർഷനിലേക്കുമാണ് വന്നിരിക്കുന്നത്. അത് ഈ വാഹനത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ ടോട്ടലി ഒരു റീവോം ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ കോസ്മെറ്റിക് പാർട്ടിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ചേഞ്ച് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൽ റിയർ ബമ്പർ വിത്ത് ഒരു ക്ലാഡിംഗ് പോലെ തന്നെ ഒരു ഡ്യുവൽ ടോൺ കൊടുക്കത്തക്ക രീതിയിൽ ഒരു ക്ലാഡിംഗ് നമുക്ക് അതിനകത്ത് കാണാം. അതുകൂടാണ്ട് തന്നെ ഇതിന് റിവേഴ്സ് ക്യാമറ വിത്ത് സെൻസേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ്, ഒരു സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് കാണാം. ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലാമ്പ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് വൺ സൈഡ് ടു അനദർ സൈഡ് എഡ്ജ് വരെ LED ആയിട്ടുള്ള സ്റ്റോപ്പ് ലാമ്പാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ വൺ സൈഡ് ടു അനദർ സൈഡ് വരുന്നതുകൊണ്ട് ഒരു പ്രീമിയം ക്ലാസ് വാഹനങ്ങളിൽ വരുന്ന ഒരു ലുക്ക് ആൻഡ് ഫീൽ തീർച്ചയായും ഈ വാഹനത്തിൻ്റെ പിൻവശത്ത് അതിനെ കുറച്ചും കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ പ്രീമിയം ക്ലാസ്സിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും കൂടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ് ഈ വാഹനത്തിന്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമ്മൾ പറയുവാണെങ്കിൽ ഇതിന് 419 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനം നൽകി. ഇനഫ് ആൻഡ് മോർ സ്പേസ് ഉണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഈ ഹൈഡ്രോളിക് ഹിഞ്ചസ് ആണ്. ഇത് നോർമലി മിക്ക ഈ പറയുന്ന വാഹനങ്ങളുടെയും ഈ പോർഷനിലായിട്ടാണ് ഈ ഹൈഡ്രോളിക് ഹിഞ്ചസ് വരുന്നത്. ഇത് അകത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ബൂട്ട് സ്പേസിൻ്റെ കുറച്ച് പോർഷൻ ഈ ഹിഞ്ചസ് എടുത്തുകൊണ്ട് പോകാറുണ്ട് നോർമലി ഉള്ള വാഹനങ്ങളിൽ. അത് തിരിച്ചറിഞ്ഞിട്ടാവാം ടാറ്റ ഇപ്രാവശ്യം ഈ വാഹനം പുതുക്കി വന്നിരിക്കുമ്പോൾ ഈ ഹിഞ്ചസ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഭാഗം കൂടെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ഈ റിഫ്രഷ് ടിഗോറിൻ്റെ വശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യമായി ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ് അല്ലെങ്കിൽ കോസ്മെറ്റിക് പാർട്ടിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച്, അതിൻ്റെ ഒരു ബെൽറ്റ് ലൈൻ, ലൈക്ക് അതിൻ്റെ A പില്ലർ തൊട്ട് C പില്ലർ വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിൻഡോ ഗ്ലാസിൻ്റെ ബോട്ടം ലൈനിലായിട്ടൊരു ബെൽറ്റ് ലൈൻ, ഒരു ക്രോമിൻ്റെ ഒരു ആക്സെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റിഫ്രഷ് ടിഗോറിന് നൽകിയിരിക്കുന്നത് 15 ഇഞ്ചിൻ്റെ ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. അത് ഈ വാഹനം കുറച്ചും കൂടെ എന്താ പറയുക, ലുക്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ നൽകിയിരിക്കുന്നു ടാറ്റ ഈ വാഹനത്തിനെ റീവോം ചെയ്തപ്പോഴെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ്. റിഫ്രഷ്ഡ് ടിഗോറിൻ്റെ ഡീസൽ വേരിയൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ എഞ്ചിൻ വിത്ത് റിവോ ടോർക്ക് എന്ന് പറയുന്ന ഫീച്ചറാണ്. 3 സിലിണ്ടർ വാഹനമാണ്. തിരിച്ച് നമ്മളിതിൽ ഈ പറയുന്ന പെട്രോൾ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 1.2 ലിറ്റർ പെട്രോളാണ്, റിവോട്രോൺ എഞ്ചിനാണ് ഈ വാഹനം നൽകുന്നത്. രണ്ടും 3 സിലിണ്ടർ വാഹനമാണെങ്കിൽ തന്നെയും ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാകും അതിനൊരു 4 സിലിണ്ടർ വാഹനത്തിൻ്റെ അത്രയും പവർ നമുക്ക് ലഭിക്കുന്നുള്ളതായിട്ട്. സഡൻ പിക്കപ്പ് ഈ വാഹനത്തിന് ഈസി ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ഡ്രൈവേഴ്സിന് ഇതിൻ്റെ എന്താ പറയുക മൈലേജ് പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പം പെട്രോൾ മാനുവലാണെങ്കിൽ 23 ലിറ്ററാണ്, 23 കിലോമീറ്റർ പെർ ലിറ്ററാണ് വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ഡീസൽ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ അത് 27 വരെ ലഭിക്കുന്നുണ്ട്. 9th ജനറേഷൻ ബോഷ് ABS ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ സ്പോർട്ടിനെസ് ഇഷ്ടപ്പെടുന്ന ട്രാവലേഴ്സിന് കുറച്ച് സപ്പോർട്ട് കൂട്ടാനായിട്ട്, ഒരു സ്പോർട്ടിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് ആക്ച്വലി എന്താ പറയുക കോർണറിങ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, അതായത് നമ്മൾ കർവ്സ് ടേൺ ചെയ്യുന്ന സമയത്ത് ഔട്ടർ വീൽസിലേക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കൂടുതൽ എഫക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കോർണറിംഗ് സ്റ്റെബിലിറ്റി ഈ വാഹനത്തിന് എക്സ്ട്രാ ആയിട്ട് നൽകി.
ഇന്ന് ഡ്രീം ഡ്രൈവിലേക്ക് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവിനായിട്ട് നൽകിയത് ട്രിവാൻഡ്രം മോട്ടോഴ്സ് തകരപ്പറമ്പാണ്. അവിടുത്തെ GM മിസ്റ്റർ രമേശ്, ട്രെയിനർ മിസ്റ്റർ ശോഭൻ ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മിസ്റ്റർ അജിൻ. 3 പേർക്കും സ്പെഷ്യൽ താങ്ക്സ്. Welcome to Celebrity segment. ശരിക്കും സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു മാരുതി 800 ആയിരുന്നു. സിനിമയിൽ വന്നു കഴിഞ്ഞ് കുറച്ച് നാളത് കൊണ്ടു കിടന്നു. ചോക്ലേറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ടാണ് ഒന്ന് വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നി. ഇപ്പം അന്ന് ഫോർഡ് ഫിയസ്റ്റയാണ് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വണ്ടിയും നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു വണ്ടി. അപ്പോൾ ശരിക്കും ഫോർഡ് ഫിയസ്റ്റ എടുക്കുന്ന അന്ന് ചോക്ലേറ്റ് ചെയ്ത ഡയറക്ടർ ഷാഫിയും ഞാനും ഒരുമിച്ചാണ് ഫോർഡ് ഫിയസ്റ്റ എടുക്കുന്നത്. അങ്ങനെ ഫോർഡ് ഫിയസ്റ്റയാണ് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും പൈസ കൊടുത്ത് സ്വന്തമാക്കിയൊരു വാഹനം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇത് പറയുമ്പോൾ ഒരു ഗ്രഹാതുരത്വം തോന്നുന്നൊരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതി 800 ആണ്. പക്ഷേ ഒരു മലയാളിയുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളൊക്കെ ആയിട്ട് മാറിയ ഒരു കാലഘട്ടത്തിൽ മാറിയ സാധാരണക്കാരൻ്റെ ഒരു വാഹനമായിരുന്നു മാരുതി, ഒരു സുന്ദരിയായിട്ടുള്ള മാരുതി. അതിനെ ബേസ് ചെയ്ത് ഒരു കഥ ഞാൻ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കഥയാണ്. ഒരു ഹീറോവും ഒരു കാറും തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് കഥ. അത് ഓൾമോസ്റ്റ് അനൗൺസ് ചെയ്തതാണ്, ഞാൻ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കഥ. കാരണം മാരുതിയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട്. കാരണം ഒരു ഗ്രഹാതുരത്വം തോന്നുന്നൊരു വാഹനം എന്ന് പറയുന്നത് മാരുതി 800 ആണ്. നോക്കി നിന്നിട്ടുള്ള, സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 82-ലാണ് മാരുതി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ തൊഴുത്തില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ 82 കാലഘട്ടത്തിന് മുമ്പ്. പിന്നീടാണ് ഷെഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും മലയാളിക്ക് വന്നത് ഈ മാരുതിയുടെ വരവോടുകൂടിയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതൊരു സത്യവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാറിനോടൊരു നൊസ്റ്റാൾജിയ തോന്നിയിട്ടുള്ളത് ആ പഴയ മാരുതിയോടാണ്. ഈ വണ്ടി ശരിക്കും ഞാൻ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ വണ്ടി, ഇതിനു മുമ്പ് ഒരു കൊറോളയാണ് ഉപയോഗിച്ചിരുന്നത്, ടൊയോട്ടയുടെ. അത് കുറേ നാൾ കൊണ്ടു നടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ SUV എന്ന് പറയുന്നൊരു ഇതിനോടൊരു കമ്പം തോന്നി. കാരണം മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടികൾ, ഭയങ്കര ക്രൈസാണ്. 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനാണ് പറഞ്ഞത് അച്ഛാ ഒരു SUV ഏതെങ്കിലും എടുക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീപ്പ് ഇറങ്ങുന്നത്. ഇതിൻ്റെ ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തത്, എന്നെയല്ല എനിക്ക് തോന്നുന്നു എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസാണ്. വളരെ ആ വിലയിൽ നമുക്കൊരു SUV എന്ന് പറയുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉള്ളൊരു വണ്ടിയായിട്ട് തോന്നിയത് ഇത് ജീപ്പാണ്. ഇതും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ പറഞ്ഞില്ല നേരത്തെ ഫിയസ്റ്റ എടുത്തപ്പോൾ ഞാനും ഷാഫിയും കൂടി ഒരുമിച്ചെടുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയും ഇതിനെക്കുറിച്ച് പ്ലാനിങ് വന്നപ്പോൾ ഉണ്ണിമൂന്നിനും ഞാനും ഒരേ ദിവസമാണ് പോയി ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് വണ്ടി എടുത്തത്. ഉണ്ണി ഒരു റെഡ് എടുത്തു, ഞാൻ വൈറ്റ് എടുത്തു. ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് ജീപ്പ്. ഒരു ലോങ് ഡ്രൈവിനൊക്കെ ഭയങ്കര രസമാണ് വണ്ടി. നല്ല സ്റ്റേബിളാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു വണ്ടിയാണ് ജീപ്പ്. ഞാനും ഉണ്ണിമൂന്നിനും കൂടി കുട്ടനാടൻ ബ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം മമ്മൂക്കയെ കാണാൻ പോയി തൃശ്ശൂർ അടുത്ത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി ഇത്തിരി ലേറ്റായി. അപ്പോൾ ലൈറ്റ് പോകുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞു ചേട്ടൻ ഓടിച്ചോളണം കേട്ടോ വണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓടിച്ചോളാം. അപ്പോൾ നമുക്ക് പറഞ്ഞു നിങ്ങൾ 2 പേരും ഓടിക്കേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി, എൻ്റെ വണ്ടി കയറിയാൽ മതി, ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശരിക്കും നമുക്കൊരു 7 മണി കഴിഞ്ഞാൽ എതിരെ ലൈറ്റ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ. അങ്ങനെ രാത്രി ഞങ്ങൾ മമ്മൂക്കയുടെ കൂടെ ഞാനും ഉണ്ണിയും കൂടി വന്നു. അപ്പോഴും ഈ പകൽ നമ്മൾ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്ന അത്രയും ഈസി ആയിട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത്. വണ്ടിയിൽ അങ്ങനെ അതിൻ്റെ ഇടയിൽ വർത്തമാനം പറയും, ഇതെല്ലാം പറയുമെങ്കിലും വളരെ സ്മൂത്തായിട്ട്, ആവശ്യമില്ലാണ്ട് ഒരു ബ്രേക്ക് ചെയ്യുമോ, എന്തൊരു ആസ്വദിച്ചാൽ മമ്മൂക്ക വണ്ടി ഓടിക്കണമെന്നറിയോ. അത്രയും ആസ്വദിച്ച് വണ്ടി ഓടിക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ലൊക്കേഷൻ ഹണ്ടുമായിട്ട് കാറുമായിട്ട് അങ്ങനെ ദൂരം പോയത്, അല്ലെങ്കിൽ സച്ചിൻ ഞാനും കൂടി ഒരുമിച്ചുള്ളപ്പോൾ പോയത് അങ്ങനെയൊന്നും പറയാനില്ല. കാരണം ഒരു സിനിമ സംബന്ധമായിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ മൂകാംബികയായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് പോയിക്കണം. മിക്ക സിനിമകൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൂകാംബിക യാത്രയുണ്ട്. എന്നേക്കാൾ കൂടുതൽ വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന സച്ചി. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഉള്ളൊരു യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ആർട്ടിസ്റ്റുകളെ കാണാൻ, ഒരു ലൊക്കേഷനിലേക്ക്, സുഹൃത്തുക്കളെ കാണാൻ,
എന്നൊക്കെയുള്ള യാത്രകളായിരിക്കും ഒരുമിച്ച് കൂടുതൽ പോയേക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ സച്ചിയുടെ വണ്ടിയിൽ പോവും, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ പോവും. കൂടുതലും ഓടിക്കാനിഷ്ടം എന്നേക്കാൾ സച്ചിക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ സംബന്ധമായി, ഇപ്പോഴും സിനിമയ്ക്ക് ഒരു പ്രൊഡക്ഷൻ്റെ വാഹനം ഉണ്ടാവും ഏതെങ്കിലും, കാരണം മറ്റു ക്രൂസ് ഉണ്ടാവും, ക്യാമറമാനൊക്കെ ഉള്ള കാരണം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന യാത്ര എനിക്ക് തോന്നുന്നു ഒരു മൂകാംബിക യാത്രയിലൊക്കെ ഒതുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെയും മറ്റൊരു സെലിബ്രിറ്റിയുടെയും വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് കൗമുദി.